നിങ്ങളുടെ ലൈഫ് സെറ്റിൽ ആവാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് എത്ര കോടി വേണം? അല്ലെങ്കിൽ എത്ര ലക്ഷങ്ങൾ വേണം? ഏ? പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാൻ പറ്റുന്ന കുറച്ച് ടിപ്സ് പറഞ്ഞു തരട്ടെ. തീർച്ചയായിട്ടും നിങ്ങൾ എൻ്റെ തമ്പനയിൽ അത് കണ്ടതുകൊണ്ട് പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാൻ ഉദ്ദേശിക്കുന്ന ആൾ, അല്ലെങ്കിൽ ഇതെന്താ ഈ ട്രിക്ക് എന്ന് അറിയാൻ ഉദ്ദേശിക്കുന്നവരാണല്ലോ ഈ ചാനലിലേക്ക് ഇപ്പൊ കയറി വന്നിട്ടുള്ളത്. അപ്പൊ ഞാൻ ഒന്ന് രണ്ട് കാര്യങ്ങൾ പറയാം. നിങ്ങൾക്ക് പെട്ടെന്ന് കോടികൾ വേണോ? പെട്ടെന്ന്, അല്ലെങ്കിൽ നിങ്ങളുടെ ലൈഫിലെ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട്, സാമ്പത്തികമായ പ്രശ്നങ്ങൾ തീർത്തുകൊണ്ട് പെട്ടെന്ന് നിങ്ങൾക്ക് കോടികൾ ഉണ്ടാക്കി, ലക്ഷങ്ങൾ ഉണ്ടാക്കി രക്ഷപ്പെടണോ? അങ്ങനെയാണെങ്കിൽ ഇന്നത്തെ വീഡിയോ കണ്ടോളൂ. നമുക്ക് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. പെട്ടെന്ന് കോടികൾ ഉണ്ടാക്കാം, പെട്ടെന്ന് ലക്ഷങ്ങൾ കോടികളൊക്കെ കയ്യിൽ വരണമെന്നുണ്ടെങ്കിൽ ഏറ്റവും ഈസി ആയിട്ടുള്ള ഒരു ട്രിക്ക് ഞാൻ പറയട്ടെ. നിങ്ങൾക്ക് ക്രിസ്ത്യാനോ റൊണാൾഡോനെ പോലെ നല്ലൊരു ഫുട്ബോൾ പ്ലെയർ ആവാൻ പറ്റുമോ പെട്ടെന്ന്? അതല്ല പോട്ടെ, ഇപ്പോൾ 2024 ചെസ് ചാമ്പ്യനായ ഗുകേഷ് ഡോമരാജു, എത്രയാ കോടികളാണ് പുള്ളിക്ക് ചാമ്പ്യൻഷിപ്പിലൂടെ കിട്ടിയത്. അത് പോരാഞ്ഞിട്ട് തമിഴ്നാട് ഗവൺമെന്റും അല്ലാത്ത പല രീതിയിലും പുള്ളിക്ക് കോടികൾ കിട്ടാനിടയായി അല്ലേ. പിന്നെ ഇത് ഞാനിപ്പോൾ പറയാൻ കാരണം എന്താണെന്നറിയോ? ഈ ഒരു പുള്ളിക്ക് കിട്ടുന്ന സമ്മാന പെരുമഴകൾ കണ്ടിട്ട് കുറച്ച് ആളുകൾ, അയ്യോ ഇത് ഭയങ്കര പ്രൈസ് മണിയാണല്ലോ കിട്ടിക്കൊണ്ടിരിക്കുന്നത്, എന്ത് ഭാഗ്യല്ലേ. പിന്നെ ഒരു ചെസ് കളിക്കുമ്പോഴത്തേക്ക് ജയിക്കുമ്പോഴത്തേക്ക്, അല്ലെങ്കിൽ അങ്ങനെ പറയുന്ന, അങ്ങനെ ചിന്തിക്കുന്നവരുണ്ടോ നിങ്ങൾക്ക് സംശയം തോന്നും. എന്നാൽ അങ്ങനെ ചിന്തിക്കുന്നവരുണ്ട്. ഇത് നമ്മൾ വേൾഡ് ലെവലിലെ ചെസ് ചാമ്പ്യൻഷിപ്പിന്റെ ലെവലിൽ പോകണ്ട, അല്ലാത്ത പല മത്സരങ്ങളിൽ, അതിൽ താഴെയുള്ള പല മത്സരങ്ങളിലും, IPL പോലത്തെ മത്സരങ്ങൾ, അതുപോലെ പല പ്രതിഭകൾക്കും കിട്ടുന്ന സമ്മാന തുകകൾ കണ്ടിട്ട് ഒരു സ്റ്റേജ് പെർഫോമൻസിന്, അല്ലെങ്കിൽ ചില മണിക്കൂറുകൾ മാത്രം പെർഫോം ചെയ്യുന്നതിന് ആളുകൾക്ക് കൊടുക്കുന്ന പേയ്മെന്റ് കണ്ടിട്ട് അസൂയാലുക്കളാവുന്ന ആളുകളുണ്ട്, അല്ലെങ്കിൽ അതിശയോക്തിയോടെ അവരെ നോക്കിക്കാണുന്ന ആളുകളുണ്ട്. പിന്നെ നിങ്ങൾക്ക് നിങ്ങൾക്ക് പറ്റുമോ AR റഹ്മാനെ പോലെ ഒരു വലിയ സിംഗർ ആവാൻ പറ്റുമോ? അപ്പോൾ നിങ്ങൾക്ക് മണിക്കൂറിന് കോടികൾ സമ്പാദിക്കാൻ പറ്റും. അതുപോലെ വിരാട് കോഹ്ലിനെ പോലെ വലിയൊരു ക്രിക്കറ്റ് താരമാവാൻ പറ്റും. അങ്ങനെ ഇപ്പോ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന സെലിബ്രിറ്റീസ്, വലിയ വലിയ ആർട്ടിസ്റ്റുകൾ, ക്രിക്കറ്റ് താരങ്ങൾ, അത്ലറ്റിക്സ് ഒക്കെ വാങ്ങിക്കുന്ന റെമ്യൂണറേഷൻ ഭീകരമായ പൈസയാണല്ലേ, കോടികളാണല്ലേ വാങ്ങിക്കൊണ്ടിരിക്കുന്നത്. അതുപോലെ നമുക്കും കോടികൾ ഉണ്ടാക്കണ്ടേ? പക്ഷേ ഇതിലൊരു പ്രശ്നം എന്താണെന്നറിയോ? നമുക്ക് മറ്റുള്ളവര് ചെയ്ത അച്ചീവ്മെന്റ്സ്, ഒരു സുപ്രഭാതത്തിൽ അവർക്ക് കിട്ടുന്ന പണം, അല്ലെങ്കിൽ പെട്ടെന്ന് അവരുടെ അടുത്ത് വരുന്ന പിന്നെ പണം കാണുമ്പോൾ, ഈ കണ്ടുകൊണ്ടിരിക്കുന്ന ലക്ഷോപലക്ഷം ആളുകൾ ചിന്തിക്കുന്നത് ഈ രീതിയിലൊക്കെയാണ്. എത്ര എത്ര പൈസയാണല്ലേ ഇവർ ഉണ്ടാക്കുന്നത്, അവരുടെ ലൈഫ് സ്റ്റൈൽ എന്താണല്ലേ, എന്താണ് അവര്, പിന്നെ അവരുടെ അച്ചീവ്മെന്റ് ഭയങ്കര, പിന്നെ നമുക്ക് വളരെ എക്സൈറ്റഡ് ആണ് നമ്മളത് കണ്ടുകൊണ്ടിരിക്കും. പക്ഷേ ഇത്രയൊന്നും പൈസ ഉണ്ടാക്കിയിട്ടില്ലെങ്കിലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് അതിഭീകരമായിട്ട് സമ്പാദിക്കാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റി മുന്നിലുണ്ട്. പക്ഷേ ഇവരെല്ലാവരും ഈ പൊസിഷനിൽ എത്തിയത് പെട്ടെന്നൊരു സുപ്രഭാതത്തിലായതല്ല. ഇത് ആളുകൾ ചിന്തിക്കുന്ന എങ്ങനെയാണ്, നമ്മളെല്ലാവരും ചിന്തിക്കുന്ന, പലപ്പോഴും ചിന്തിക്കുന്ന, അവർ ഈ ഒരു അച്ചീവ്മെന്റ് നേടിയെടുത്ത സമയത്ത് ആളുകൾ ഇത്ര പെട്ടെന്ന് സാധിച്ചോ, അല്ലെങ്കിൽ അങ്ങനെ ചിന്തിക്കുന്ന പല അച്ചീവ്മെന്റ്സും ഞാൻ കണ്ടിട്ടുണ്ട്. പക്ഷേ ഈ ഗുകേഷിന്റെ കാര്യം തന്നെ എടുക്കുക. 2024 ചാമ്പ്യനായ ഗുകേഷിന്റെ കാര്യം നിങ്ങൾ എടുത്തോ. പുള്ളിയുടെ ഒരു ഇന്റർവ്യൂവിൽ ഞാൻ കണ്ടതാ. കുട്ടിക്കാലം മുതലേ, ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ പുള്ളി ഈ ഒരു ചെസ്സിനോട് ഭയങ്കര പാഷനേറ്റ് ആയിരുന്നു. ഇപ്പോഴും സോഷ്യൽ മീഡിയാസിൽ, ഇൻസ്റ്റാഗ്രാമിലും മറ്റു ഒരു സോഷ്യൽ മീഡിയയിൽ ഇൻവോൾവ് ആവാതെ ഫുൾ ടൈം പുള്ളി ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് ചെസ്സിനെ കുറിച്ചാ. വല്ലപ്പോഴും എന്തെങ്കിലും ആവശ്യം, ഈ ഒരു പിന്നെ ചെസ്സുമായി ബന്ധപ്പെട്ട കാര്യങ്ങളോ പഠനവുമായി ബന്ധപ്പെട്ട എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് സോഷ്യൽ മീഡിയ. നമ്മുടെ പിള്ളേരൊക്കെ ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ മുതലേ റീൽസിലും മറ്റു പരിപാടികളൊക്കെ ആയിട്ടാണല്ലോ ജീവിക്കുന്നത്. എന്നാൽ ഈ ഒരു പ്രായം മുതൽ, ഓർമ്മ വെച്ച കാലം മുതൽ ചെസ്സിനെ കൊണ്ട് നടന്ന് ഇത്രയും വർഷങ്ങളുടെ പ്രാക്ടീസും ഹൃദയം കൊണ്ട് അതിനോട് കാണിക്കുന്ന ആ ഒരു സ്നേഹവും ആ ഒരു പാഷനൊക്കെയാണ് പുള്ളീനെ ആ നിലയിലേക്ക് എത്തിച്ചത് അല്ലെ. എത്രയോ വർഷങ്ങളുടെ പ്രയത്നമാണ്. അതുപോലെ നമുക്കിപ്പോ ഉസൈൻ ബോൾട്ട് അല്ലെ, വേൾഡ് ഒളിമ്പിക്സിലൊക്കെ എപ്പോഴും മെഡൽ വാങ്ങിക്കൊണ്ടിരിക്കുന്ന, ഒന്നാം സ്ഥാനം അല്ലാത്തൊരു സ്ഥാനം പുള്ളിക്ക് ഈ ഓട്ട മത്സരത്തിൽ കിട്ടിയിട്ടില്ല. പക്ഷേ പുള്ളി ഓടുന്നത് 100 മീറ്റർ ഓടാൻ വേണ്ടി പുള്ളി 9 സെക്കൻഡിന് താഴെ മാത്രമേ എടുക്കുന്നുള്ളൂ. അപ്പോഴേക്കും പുള്ളിക്ക് വെറും 9 സെക്കൻഡ് കൊണ്ട് ഓടി തീർക്കുന്ന ദൂരം പുള്ളിക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്ന പേയ്മെന്റും അതുപോലെ കിട്ടുന്ന കോടികളുടെ കണക്ക് നമ്മൾ കാണുന്നുണ്ട്. വെറും 9 സെക്കൻഡല്ലേ പുള്ളി ഓടുന്നുള്ളൂ. എന്തുമാത്രം പൈസയാണല്ലേ സമ്പാദിക്കുന്നത് എന്നാണ് ആളുകൾ. ഈ 9 സെക്കൻഡ് അല്ലെങ്കിൽ 8.5 9 സെക്കൻഡ് ഓടി തീർക്കാൻ വേണ്ടി, അല്ലെങ്കിൽ ഈ ഒരു പൊസിഷനിലേക്ക് പുള്ളി എത്താൻ വേണ്ടി എത്രയോ വർഷങ്ങൾ, എത്രയോ കിലോമീറ്റേഴ്സ് പുള്ളി ഓടി പ്രാക്ടീസ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊന്നുമല്ല, പുള്ളി എത്തി നിൽക്കുന്ന പൊസിഷനിലാണ് ആളുകൾ എപ്പോഴും ശ്രദ്ധിക്കുന്നത്. അങ്ങനെ ഓരോരുത്തരും, ഓരോ പ്രതിഭകളും പ്രതിഭാശാലികളും എല്ലാവരും ഈ ഒരു പൊസിഷനിൽ എത്തുമ്പോഴാണ് നമ്മൾ കാണുന്നുള്ളൂ, അവരുടെ ബാക്കിലുള്ള വർക്ക് കാണുന്നില്ല. ഇനി വേൾഡിലെ തന്നെ ഏറ്റവും വലിയ സമ്പന്നരായ ആളുകളിൽ ഒരാളായ
വാറൻ ബഫേർട്ട് അദ്ദേഹം സമ്പാദിച്ചു കൂട്ടിയ സമ്പാദ്യം മുഴുവൻ കോടികളാണ് അദ്ദേഹത്തിന്റെ ആസ്തി അല്ലേ. പക്ഷേ അദ്ദേഹത്തിന്റെ 60 വയസ്സിന് മുകളിൽ എത്തിയപ്പോഴാണ് ആകെ അദ്ദേഹത്തിന്റെ സ്വത്തിന്റെ 90% മുകളിലുള്ള സ്വത്തും അദ്ദേഹം സമ്പാദിച്ചത് 60 വയസ്സിന് ശേഷമാണ്. ആള് ഏകദേശം 12 വയസ്സിന് മുകളിൽ എത്തിയപ്പോൾ 12 വയസ്സോട് കൂടി തന്നെ ഇൻവെസ്റ്റിംഗ് എന്ന ആ ഒരു വലിയ പ്രോസസ്സിലേക്ക് വന്ന ഒരാളാ. നമ്മളൊക്കെ 12ാമത്തെ വയസ്സിൽ കോട്ടി കളിച്ച് നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണ് അല്ലേ. അപ്പൊ ആ സമയം തൊട്ട് പുള്ളി വളരെ സ്കിൽഫുൾ ആയ വ്യക്തിയാണ്. പുള്ളി ആ പ്രായം തൊട്ടേ ഈ ഒരു മേഖലയിൽ ചെയ്ത് ഒരുപാട് സ്റ്റോക്കുകളൊക്കെ വാങ്ങിക്കൂട്ടി വർഷങ്ങൾ എടുത്ത് അക്യുമുലേറ്റ് ചെയ്ത് കോമ്പൗണ്ട് ചെയ്തിട്ടാണ് പുള്ളി ആ പൊസിഷനിൽ എത്തുന്നത്. അല്ലാതെ ഇപ്പോഴും വാറൻ ബഫേർട്ടിന്റെ അച്ചീവ്മെന്റ്സിനെ കുറിച്ച് പറഞ്ഞിട്ടും അദ്ദേഹത്തിന്റെ സമ്പാദ്യത്തെയും കുറിച്ച് പറഞ്ഞിട്ടും മോട്ടിവേഷൻ സ്പീക്കേഴ്സ് എല്ലാവരും ഇവരെ കുറിച്ച് സംസാരിക്കുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ എടുക്കുന്നത് ടൈമാണ്. ടൈം തന്നെയാണ് ഒരാൾക്ക് സമ്പാദ്യം ഉണ്ടാക്കി കൊടുക്കുന്നത് പലപ്പോഴും. പിന്നെ ലോട്ടറി അടിക്കുന്നവരുടെ കാര്യമൊന്നും പറയണ്ട, ഞാൻ മുമ്പത്തെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് നമുക്ക് ഇതിൽ പറയാൻ പറ്റുന്ന കാര്യമില്ല. ഈ ലോട്ടറി അടിച്ചത് കൊണ്ടൊന്നും ഒരാൾ പണക്കാരനാവുന്നില്ല. ഈ പണത്തെ നിലനിർത്താൻ പറ്റുന്നവനാണ് യഥാർത്ഥ പണക്കാരൻ. എന്ന് പറയുന്നത് പോലെ നമുക്ക് സാധാരണക്കാർക്ക് എന്താ ചെയ്യാൻ പറ്റുക? നിങ്ങൾക്ക് ഒരു കാര്യം ചെയ്യാലോ. നിങ്ങൾക്ക് നിങ്ങളുടെ ടൈം, നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും ആ പൈസ ഉപയോഗിച്ച് അതിനു വേണ്ടി സമയം കൊടുത്തിട്ട് നിങ്ങൾക്ക് ഈ പൈസയെ മൾട്ടിപ്പിൾ ചെയ്യാനുള്ള ഓപ്ഷൻ ഇപ്പോഴും ഉണ്ട്. തട്ടിപ്പിന്റെ പുറകെ പോവാതെ നിങ്ങൾ കൃത്യമായിട്ട് നിങ്ങൾ ആ ഹൃദയം കൊണ്ട് നിങ്ങൾ അത്രയും സമയം അതിന് കൊടുത്ത് അതിനെ കാത്തിരിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ കോടികൾ. എങ്ങനെയാ? നിങ്ങൾ നിങ്ങളുടെ വരുമാനം, നിങ്ങൾക്ക് ചെറിയതോ വലുതോ ആവട്ടെ, വരുമാനം എന്ന് പറയുന്നത് ചെറിയ വരുമാനമുള്ളവർക്ക് സമ്പാദിക്കാൻ പറ്റില്ല എന്നൊന്നും ഇല്ല കേട്ടോ. അത് നമ്മൾ തന്നെ നമ്മുടെ കാര്യങ്ങൾ കണക്ക് കൂട്ടി നമ്മൾ ചെയ്യേണ്ടതാണ്. അല്ലാതെ വലിയ സാലറി ഉള്ളവന് മാത്രമേ വലിയ രീതിയിൽ സമ്പാദിക്കാൻ പറ്റൂ എന്ന് യാതൊരു നിയമവുമില്ല. നിങ്ങൾ നിങ്ങളുടെ സമ്പാദ്യത്തെ, നിങ്ങളുടെ സാലറി അല്ലെങ്കിൽ നിങ്ങളുടെ ഇൻകം നിങ്ങൾ എങ്ങനെ യൂട്ടിലൈസ് ചെയ്യുന്നു അതിനനുസരിച്ച് തന്നെയായിരിക്കും നിങ്ങളുടെ ഫ്യൂച്ചർ എന്ന് പറയുന്നത്. നിങ്ങൾക്ക് നിങ്ങളുടെ വരുമാനത്തിന്റെ നല്ലൊരു തുക സേവ് ചെയ്യാതെ നല്ലൊരു അസറ്റ് ക്ലാസ്സിലേക്ക് ഇൻവെസ്റ്റ് ചെയ്ത് പോകാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഈ ഒരു ടൈം പീരീഡ്, ഒരു 10 വർഷം 15 വർഷമൊക്കെ കൺസിസ്റ്റന്റ് ആയിട്ട് നിങ്ങൾ ഒരു പ്രോസസ്സിലേക്ക് ഇറങ്ങി നോക്ക്. തീർച്ചയായിട്ടും നിങ്ങൾക്ക് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. എത്ര വീഡിയോസിൽ ഞാൻ എൻ്റെ പലതരം അസറ്റ് ക്ലാസ്സിനെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. മിനിമം നിങ്ങൾ ഇൻഫ്ലേഷനെ ബീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു 12% പിന്നെ CAGR പോകുന്ന ഏതെങ്കിലും ഒരു അസറ്റ് ക്ലാസ്, മ്യൂച്വൽ ഫണ്ട് തന്നെ മതിയല്ലോ. ഇഷ്ടംപോലെ മ്യൂച്വൽ ഫണ്ട്സ് അവൈലബിൾ ആണ്. നിങ്ങളൊന്ന് ചെയ്തു നോക്കൂ. ഒരു 5-10 വർഷം ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ അത്രയൊന്നും പോകണ്ട. ഒരു 4-5 വർഷം ചെയ്യുമ്പോഴത്തേക്ക് തന്നെ നിങ്ങൾക്ക് ആ കോമ്പൗണ്ടിങ്ങിന്റെ ഏകദേശമുള്ള ഒരു മധുരം കിട്ടി തുടങ്ങും. അപ്പൊ തന്നെ നിങ്ങൾ അതിൽ കൺസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാൻ തുടങ്ങും. മനസ്സിലായില്ലേ? അപ്പോൾ നിങ്ങൾ ഈ ഒരു പ്രോസസ്സിലൂടെ ഒരു നിശ്ചിത ടൈം പീരീഡിൽ നിങ്ങൾ ഇൻവെസ്റ്റ് ചെയ്ത് പോവുകയാണെങ്കിൽ നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ആവുന്നത് നിങ്ങൾക്ക് തന്നെ ഫീൽ ആവും എന്നുള്ളതാണ്. മനസ്സിലായില്ല? അപ്പൊ എല്ലാത്തിനും ഇതിനൊരു ഷോർട്ട് കട്ട് ഇല്ല. എല്ലാവരും അച്ചീവ് ചെയ്തിരിക്കുന്നത് ഇതുപോലെ തന്നെയാണ്. നിങ്ങൾ ആലോചിച്ച് നോക്ക്, വലിയ വലിയ പ്രൊഫഷണൽസ് ആയി ഇപ്പൊ ഡോക്ടേഴ്സ് ഒക്കെ ആണെങ്കിലും എഞ്ചിനീയേഴ്സ് ആണെങ്കിലും ആരാണെങ്കിലും അവരുടെ സാലറി കാണുമ്പോൾ നമുക്ക് ഭയങ്കര പിന്നെ എക്സൈറ്റഡ് ആയിരിക്കും. നമ്മൾ അത്രയും പാക്കേജ് ഉണ്ടാവും. പല ഹോസ്പിറ്റലിലെ ഡോക്ടേഴ്സ്. പക്ഷെ ഇവരെ ചെറുപ്പം മുതൽ അവരതിന് കാട്ടിയ അവരതിൽ ഇൻവെസ്റ്റ് ചെയ്ത് അവരുടെ ടൈം, എഫേർട്ട് അതൊന്നും നമ്മൾ നോക്കുന്നില്ല. എത്ര കാലം പഠിച്ചിട്ടാണ് ഒരാൾ ഒരു ഡോക്ടറാണ്, അത്രയും സമയം അതിനു വേണ്ടി കൊടുക്കുകയാണ്. അതിനുശേഷമാണ് അവരൊരു ഈ ജോലിയിലേക്ക് പ്രവേശിച്ച് ഇത്രയും വലിയ ഭീമമായ ശമ്പളം കിട്ടുന്നതിന് മുമ്പ് എത്ര ഹോസ്പിറ്റലിൽ അവർ പ്രാക്ടീസ് ചെയ്യണം, എത്ര പേഷ്യൻസിന് എന്തോരം സിറ്റുവേഷൻസിലൂടെ കടന്നു പോകണം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. അപ്പോൾ ഇതൊന്നും ചെയ്യാൻ തയ്യാറല്ല ഒരാളുടെ സ്റ്റോറി ഞാൻ പറഞ്ഞുതരാം. ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി പറഞ്ഞുതരാം കേട്ടോ. അതായത് നമ്മുടെ കൂട്ടത്തിൽ തന്നെയുള്ള ആളുകൾ, ഒരു സുഹൃത്തുണ്ട് നമ്മുടെ. അപ്പൊ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുഹൃത്തിൽ വേറൊരു സുഹൃത്ത് അത്യാവശ്യം ജിമ്മിൽ പോയിട്ട് നല്ല മസിൽസ് ഒക്കെ ഉണ്ട്. അപ്പോൾ പുള്ളിയുടെ ആ ഒരു ബോഡി ഷേപ്പും ഫിറ്റ്നസ് ഒക്കെ കണ്ടിട്ട് പിന്നെ പുള്ളിക്ക് ഭയങ്കര കൗതുകം തോന്നി. അപ്പോൾ ജിമ്മിൽ പോയി കഴിഞ്ഞാൽ ഇത്രയും നല്ല അടിപൊളിയായിട്ട് ബോഡി മെയിൻറ്റെയിൻ ചെയ്തെടുക്കാൻ പറ്റുമല്ലേ എന്നുള്ള ആ ഒരു കാഴ്ചപ്പാടിൽ ഈ പുള്ളി, എൻ്റെ സുഹൃത്ത് പോയിട്ട് ജിമ്മിന് ചേരുകയാണ്. അത്യാവശ്യം നല്ല പൈസ കൊടുത്തിട്ട് ഗൾഫിലാണ്, ജിമ്മിന് ചേരുകയാണ്. അപ്പൊ എന്തിനാ? മസിൽ ഉണ്ടാക്കണം, ഫിറ്റ്നസ് വേണം അല്ലേ. അപ്പോ ഈ പോയി ഏകദേശം 2-3 ദിവസമൊക്കെ പോയി അത്യാവശ്യം നല്ല രീതിയിൽ ഫുൾ സെറ്റപ്പ് ഒക്കെ ആയിട്ടാണ് പോകുന്നത്. ജിമ്മിന് വേണ്ട ഫുള്ള് സംഭവങ്ങളൊക്കെ ആയി, ബാഗും സെറ്റപ്പും പോകും, അടിപൊളിയായിട്ട് പോകും. പക്ഷേ 2 ദിവസം പോയി, 3 ദിവസം പോയി, ഒരാഴ്ച പോയി, അപ്പോഴത്തേക്കൊക്കെ കണ്ണാടിയുടെ മുന്നിൽ വന്നിട്ട് ഇങ്ങനെ നോക്കും, മസിൽസ് ഒന്നും വരുന്നത് കാണുന്നില്ല. ഞാൻ ഇത്രയധികം ഹാർഡ് വർക്ക് ചെയ്തിട്ടും ഒന്നും വരുന്നില്ലല്ലോ. അങ്ങനെ ഒരാഴ്ച, മാക്സിമം 2 ആഴ്ചയൊക്കെ പോയിട്ട് ആളെന്ത് ചെയ്തു? പരിപാടി നിർത്തി. കാരണം റിസൾട്ട് ഒന്നും ഇല്ല. അപ്പൊ പിന്നെ എന്തെങ്കിലുമൊക്കെ വേണ്ടേ, എന്നാലല്ലേ കണ്ടിന്യൂ ചെയ്യാൻ പറ്റുള്ളൂ. അതങ്ങ് അവസാനിപ്പിച്ചു.
ഇതാണ് ഒരു നോർമൽ ഹ്യൂമൻ സൈക്കോളജി എന്ന് പറയുന്നത്. നമുക്ക് പെട്ടെന്ന് റിസൾട്ട് വേണം. പെട്ടെന്ന് വന്നിട്ടില്ലെങ്കിൽ പിന്നെ നമ്മൾ ബാക്ക് ഓഫ് ചെയ്യുന്നുള്ളതാണ് ഇതിന്റെ പ്രശ്നം. മറ്റേ പുള്ളിക്കാരൻ ഈ മസിൽ ഉണ്ടാക്കിയത് 1-2 ആഴ്ചകൾ കൊണ്ടോ മാസം കൊണ്ടോ അല്ല. പുള്ളി അതിനോടുള്ള പാഷനേറ്റ് ആയിട്ട് പുള്ളി അതുമേൽ എന്നും വർക്കൗട്ടിന് പോയി മെയിൻറ്റെയിൻ ചെയ്ത് ഡയറ്റ് ഒക്കെ ഫോളോ ചെയ്തിട്ട് അങ്ങനെയാണ് പുള്ളി അത് ബിൽഡ് ചെയ്തത്. പക്ഷെ ഇതിന് തയ്യാറല്ല. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഒരു ഉദാഹരണം മാത്രമാണ്. അപ്പൊ പെട്ടെന്ന് നമുക്ക് റിസൾട്ട് വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നടക്കൂല. പക്ഷേ ഈ ഒരു പ്രോസസ്സിലൂടെ നിങ്ങൾക്ക് നല്ലൊരു രീതിയിൽ നിങ്ങൾക്ക് വെൽത്ത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള സിമ്പിൾ ആയിട്ടുള്ള ഒരു സ്റ്റോറി നിങ്ങൾക്ക് പറഞ്ഞു തരാൻ വേണ്ടിയാണ് ഞാൻ ഇന്നത്തെ വീഡിയോയിൽ വന്നത്. അപ്പോൾ ഇതുപോലുള്ള വളരെ സിമ്പിൾ ആയിട്ടുള്ള സ്റ്റോറിയും അതുപോലെ നമുക്ക് സാധാരണക്കാർക്ക് എങ്ങനെയൊക്കെ വെൽത്ത് ക്രിയേറ്റ് ചെയ്യാം, എന്തൊക്കെ തരം ഇൻവെസ്റ്റ്മെന്റ്സ്, അത് റിലേറ്റഡ് ആയ ഫിനാൻസ് റിലേറ്റഡ് ആയ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ പലതും പറയുന്ന ഒരു ചാനലാണ് നമ്മുടേത്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോസ് ആണെങ്കിൽ കമന്റ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യാം. അറ്റ്ലീസ്റ്റ് ഒരു ലൈക്കെങ്കിലും ചെയ്തിട്ട് പോകുക. എങ്കിൽ മാത്രമേ ഇതുപോലെ ഇഷ്ടപ്പെടുന്ന ആളുകൾക്കിടയിലേക്ക് ഈ വീഡിയോ എത്തുള്ളൂ. ഇന്നത്തെ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി, നമസ്കാരം. താങ്ക് യു.